ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ദി അനദർ സെഷൻ ഓഫ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽ. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ് എന്നുള്ളതാണ്. ഡാറ്റ അനാലിസിസ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് യൂസ്ഫുൾ ഇൻഫർമേഷൻസ് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ്സിൻ്റെ കറൻ്റായിട്ടുള്ളതും പാസ്റ്റായിട്ടുള്ളതും ഡാറ്റകളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റകളെ പ്രോസസ്സ് ചെയ്ത് യൂസ്ഫുൾ ഇൻഫർമേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമുക്കതിൻ്റെ ടൈപ്സാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏതൊക്കെ ടൈപ്സ് അനാലിസിസ് ഉണ്ട് എന്നുള്ളത്. ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, സെക്കൻഡ് ഡയഗ്നോസ്റ്റിക് അനാലിസിസ്, ദെൻ തേർഡ് പ്രെഡിക്റ്റീവ് അനാലിസിസ് ആൻഡ് ഫോർത്ത് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഈ ഒരു 4 അനാലിസിസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. So this is depend upon the what is happening, എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇതിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് കാര്യങ്ങൾ നടക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാനാണ് ഈ ഒരു അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഡിസ്ക്രൈബ് ഓർ സമ്മറൈസ് ദി പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഡാറ്റ. പാസ്റ്റോ അല്ലെങ്കിൽ പ്രസൻറ്റ് ഡാറ്റ സമ്മറൈസ് ചെയ്യാനാണ് ഈ ഒരു അനാലിസിസ് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് കറൻ്റ്ലി. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, പാസ്റ്റിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അനാലിസിസ് നടത്തുന്നത്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ യൂസ്ഡ് ടു അനലൈസ് ദി ഡാറ്റ. ഓക്കെ, ഇത് ഡാറ്റ അനലൈസ് ചെയ്യാൻ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആവറേജ് പോലുള്ള റേഞ്ച് അത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് നടത്തുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. മന്ത്ലി സെയിൽസ് റിപ്പോർട്ട്, ഓരോ മാസത്തുള്ള സെയിൽസ് റിപ്പോർട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസത്തുള്ള നമ്മൾ നോക്കും, എത്ര രൂപേൻ്റെ സെയിൽസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു മാസം ഇതുവരെ ഇപ്പോൾ എത്ര രൂപേൻ്റെ സെയിൽസ് ഉണ്ട്, ഇപ്പം ഇന്ന് എത്ര സെയിൽസ് നടക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കും അല്ലേ. അതിനെയാണ് എന്ത് പറഞ്ഞത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ഹാപ്പൻഡ് ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ്, ഇതാണ് കാര്യമായിട്ട് ഇതിൽ നോക്കുന്നത്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഇതിൽ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡയഗ്നോസ്റ്റിക് അനാലിസിസ്. ഡയഗ്നോസ്റ്റിക് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിച്ചത് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് അല്ലേ, കാരണങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഡയഗ്നോസ്റ്റിക് അനാലിസിസ് ഹെൽപ്പ് ടു ഫൈൻഡ് ഔട്ട് ദി റീസൺ ഫോർ ഹാപ്പനിങ് തിങ്സ് റിവീൽഡ് ഇൻ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിലൂടെ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ എന്താണ് സംഭവിക്കുന്നത്, ഓക്കെ, അതിൻ്റെ റീസണാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്ത് എന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ആ കാരണങ്ങൾ ചിലപ്പം പോസിറ്റീവ് ആവാം, ചിലപ്പോൾ എന്താവാം അത് നെഗറ്റീവ് ആവാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ നോക്കി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ചിലപ്പം സെയിൽസ് കൂടാം, ചിലപ്പം സെയിൽസ് കുറയാം. ഓക്കെ, നമ്മളതിനെ ഡിസ്ക്രിപ്റ്റീവിൻ്റെ എക്സാമ്പിൾ അതാണ് പറഞ്ഞത്. സെയിൽസ് കൂടാം, ചിലപ്പം സെയിൽസ് കുറയാം എന്നുള്ളത്. എന്തുകൊണ്ടാണ് സെയിൽസ് കൂടുന്നത്, എന്തുകൊണ്ടാണ് സെയിൽസ് കുറയുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, ഇറ്റ് എക്സാമിൻ ദ പാസ്റ്റ് പെർഫോമൻസ് ടു ഡിറ്റർമിൻ വാട്ട് ഹാപ്പൻഡ് ആൻഡ് വൈ. ഇവിടെ പാസ്റ്റ് പെർഫോമൻസ് ആണ് ഇവിടെ എക്സാമിൻ ചെയ്യുന്നത്. ഓക്കെ, എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണത് സംഭവിച്ചത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ആണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇൻക്രീസ് ആണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് കണ്ടെത്താണ് നമ്മൾ ഈ ഒരു അനാലിസിസിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഹെൽപ്പ് ടു ഫൈൻഡ് ഔട്ട് ദി റീസൺ ബിഹൈൻഡ് പ്രോബ്ലം ആൻഡ് ഇഷ്യൂസ് ഇൻ ബിസിനസ് ആൻഡ് ടു ട്രബിൾ ഷൂട്ട് ഇറ്റ്. പ്രോബ്ലംസിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും, അതുപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്താനും സാധിക്കും ഈ ഒരു ഡയഗ്നോസ്റ്റിക് അനാലിസിസിലൂടെ. ഇപ്പോൾ ഒരു പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സെയിൽസ് കുറവാണെന്നുണ്ടെങ്കിൽ സെയിൽസ് കുറയാനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, എന്നാലെന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസും കണ്ടെത്താൻ സാധിക്കും.
ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. സെയിൽസ് അനാലിസിസ് ടു ഫൈൻഡ് ഔട്ട് ദി കോസ് ഓഫ് ലോ സെയിൽസ് വോളിയം ഇൻ ദി പാസ്റ്റ് ക്വാർട്ടർ. അല്ലേ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ എന്തുകൊണ്ടാണ് സെയിൽസ് കുറഞ്ഞത് എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുകയാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. കഴിഞ്ഞ മാസത്തെ സെയിൽസിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സെയിൽസ് കുറഞ്ഞു, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തുക. അതിന് വേണ്ടിയിട്ടുള്ള അനാലിസിസാണ് ഡയഗ്നോസ്റ്റിക് അനാലിസിസ് എന്നുള്ളത്. നെക്സ്റ്റ് പ്രഡിക്റ്റീവ് അനാലിസിസ്. വാട്ട് ഈസ് ലൈക്ലി ടു ഹാപ്പൻ എന്നാണ് പറഞ്ഞത്. എന്താണ് ഫ്യൂച്ചറിൽ സംഭവിക്കേണ്ടത്, എന്താണ് ഫ്യൂച്ചറിൽ സംഭവിക്കേണ്ടത്, പ്രഡിക്ഷനാണ്. സോ ദിസ് അനാലിസിസ് ഹെൽപ്പ് ടു പ്രഡിക്റ്റ് ആൻഡ് ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ഇവൻറ്റ്സ് ആൻഡ് ട്രെൻഡ്സ് വിത്ത് ഹെൽപ്പ് ഓഫ് പാസ്റ്റ് ഡാറ്റ. പാസ്റ്റ് ഡാറ്റയുടെ സഹായത്തോട് കൂടിയിട്ട് ഫ്യൂച്ചറിൽ എന്ത് ട്രെൻഡായിരിക്കും എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അനാലിസിസാണ് പ്രഡിക്റ്റീവ് അനാലിസിസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം സെയിൽസ് ഇത്ര ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അടുത്ത മാസം എത്ര സെയിൽസ് ഉണ്ടാകും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അനാലിസിസാണ് എന്ത്, പ്രഡിക്റ്റീവ് അനാലിസിസ്. അടുത്ത മാസം എത്ര സെയിൽസ് ഉണ്ടാകും എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അനാലിസിസ്. ഓക്കെ, അതിനനുസരിച്ചിട്ട് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ഇറ്റ് യൂസസ് ഡാറ്റ മൈനിങ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ, മെഷീൻ ലേണിംഗ്, ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടു എക്സ്ട്രാക്റ്റ് ട്രെൻഡ് ഫ്രം എക്സിസ്റ്റിംഗ് ഡാറ്റ ആൻഡ് ടു ഫോം പ്രഡിക്ഷൻ അബൌട്ട് ദി ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്കുള്ള പ്രഡിക്ഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റയിൽ നിന്ന് ട്രെൻഡുകളെ കണ്ടെത്തുന്നതിന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനാലിസിസ് ടെക്നിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ്, മെഷീൻ ലേണിങ്സ്, അതുപോലെ തന്നെ ഓട്ടോമേഷന്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡാറ്റ മൈനിങ് പോലുള്ള, സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ പോലുള്ള, മെഷീൻ ലേണിങ് അല്ലെങ്കിൽ ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ടെക്നിക്സുകളൊക്കെയാണ് നമ്മൾ ആ ഒരു പാസ്റ്റിൻ്റെ ഡാറ്റൻ്റെ ബേസിൽ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, predictive analytics allow organization to become proactive and forward looking. പ്രഡിക്റ്റീവ് അനാലിസിസിലൂടെ ഓർഗനൈസേഷൻ്റെ ഒരു പ്രൊആക്റ്റീവായിട്ടാവുക ഒരു മുൻപന്തിയിലാവുകയും അതുപോലെ തന്നെ ഒരു ഫോർവേഡ് ലുക്കുള്ള ഓർഗനൈസേഷനായിട്ട് മാറ്റിയെടുക്കാനും സാധിക്കും. അപ്പോൾ നമ്മൾ പാസ്റ്റ് ഡാറ്റൻ്റെ ഒക്കെ ബേസിൽ ഫ്യൂച്ചറിൽ എത്ര ഉണ്ടാകും എന്നുള്ളതാണ്, നമ്മൾ എന്താണ് ഫ്യൂച്ചറിൽ സംഭവിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മുൻകൂട്ടി കാണുന്നത് ഈ പ്രഡിക്റ്റീവിൽ. അപ്പോൾ ഈ ഒരു അനാലിസിസിലൂടെ ഓർഗനൈസേഷന് ഒരു മുൻപന്തിയിലെത്തുകയും അതുപോലെ തന്നെ ആ ഓർഗനൈസേഷന് ഒരു ഫോർവേഡ് ലുക്ക് ഉള്ളൊരു ഓർഗനൈസേഷനായിട്ടത് മാറ്റിയെടുക്കാനും സാധിക്കുമെന്നാണ് ഈ ഒരു പ്രഡിക്റ്റീവ് അനാലിസിസിലൂടെ പറ്റുന്നത്. ഓക്കെ, ദെൻ എക്സാമ്പിൾ എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ സെയിൽസ് ടു പ്ലാൻ പ്രൊഡക്ഷൻ. നമ്മളെ ഫ്യൂച്ചറിലെ സെയിൽസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്, അടുത്ത മാസം ഇത്ര സെയിൽ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണുകയാണ്. പാസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്തിട്ട് കഴിഞ്ഞ മാസം എത്ര, ഇനി ഈ മാസം എത്ര ഉണ്ട്, സോ അടുത്ത മാസം എത്ര ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഈ ഒരു 2 ഡാറ്റകൾ വെച്ചിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. എക്സാമ്പിൾ സെയിൽസ് ബജറ്റൊക്കെയാണ്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ എന്താണ് ഫ്യൂച്ചറിൽ സംഭവിക്കേണ്ടത് എന്നാണ് ഈ ഒരു പ്രഡിക്റ്റീവ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ പാസ്റ്റിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അനാലിസിസ്. ഓക്കെ, ജസ്റ്റ് സെയിൽസ് കാര്യങ്ങൾ. ദെൻ ഡയഗ്നോസ്റ്റിക്, ഡയഗ്നോസ്റ്റിക്കിൽ എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ, ഡയഗ്നോസ്റ്റിക്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്, അതിൻ്റെ കാരണങ്ങളാണ് ഡയഗ്നോസ്റ്റിക്കിൽ നോക്കുന്നത്. ദെൻ പ്രഡിക്റ്റീവിൽ എന്താണ് ഫ്യൂച്ചറിൽ സംഭവിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്റ്റീവ് എന്താണ് സംഭവിക്കുന്നത്, ഡയഗ്നോസ്റ്റിക് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഡയഗ്നോസ്റ്റിക്കിൽ നമ്മൾ നോക്കുന്നത്. ദെൻ പ്രഡിക്റ്റീവിൽ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഓക്കെ, വാട്ട് ഡു ഐ നീഡ് ടു ഡു, എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നിലേക്കാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു അനാലിസിസ്. ഓക്കെ, സോ പ്രിസ്ക്രിപ്റ്റീവ്
Analytics make use of information received from all other analysis and forms a plan of action for the business organization. എന്താണ് ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു പ്ലാൻ ചെയ്തിട്ട് അല്ലെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ തയ്യാറാക്കുകയാണ് ഈ ഒരു അനാലിസിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, it helps to choose the desired course of action among available alternatives to achieve object and goals of business. എന്താണ് നമ്മൾ മുമ്പേ നടത്തിയിട്ടുള്ള 3 അനാലിസിലൂടെയും നമുക്ക് കിട്ടിയ അല്ലെ ഇൻഫർമേഷൻ്റെ ബേസിൽ ഇവിടെ ഫ്യൂച്ചർ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് അല്ലേ, എന്താണ് നമ്മൾ മുൻകൂട്ടി കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മുന്നേ നടത്തിയിട്ടുള്ള ആ ഒരു 3 ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, ഡയഗ്നോസ്റ്റിക് അനാലിസിസ് ആൻഡ് പ്രിഡിക്റ്റീവ് അനാലിസിസ് ഉണ്ടല്ലോ, അതിലൂടെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിൽ ഇവിടെ ഫ്യൂച്ചർ ആക്ഷൻ പ്ലാന് തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രിസ്ക്രിപ്റ്റീവിൽ ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്പ് ടു choose the desired course of action among the available alternatives to achieve the objectives and goals of business. അല്ലേ, നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗോളും ഒബ്ജക്റ്റീവും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട് അല്ലേ, ഒരുപാട് ആക്ഷൻസ് ഉണ്ട്. നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആക്ഷൻസ് ഉണ്ട് അല്ലേ, ചോയ്സുകളുണ്ട്. ആ ചോയ്സിൽ നിന്ന് നല്ലത് സെലക്ട് ചെയ്യാനാണ് അല്ലേ ഇത് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗോൾസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ അല്ലെ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ചോയ്സുകളുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. ആ ചോയ്സിൽ നിന്ന് നല്ലത് സെലക്ട് ചെയ്യാനാണ് നമ്മെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അല്ലേ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഓൾസോ പ്രിസ്ക്രൈബ് സ്റ്റെപ്പ് ടു അവോയ്ഡ് ഫ്യൂച്ചർ പ്രോബ്ലംസ് ആൻഡ് ലോസ് അല്ലെ, ഫ്യൂച്ചറിൽ ഉണ്ടാവാനുള്ള പ്രോബ്ലംസൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഇത് കൊണ്ട് സാധിക്കുന്നു. Then number of tools with built predictive analytics is now available to provide user the actionable result അല്ലേ. ഒരുപാട് ടൂൾസും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഇതിന് അവൈലബിൾ ആണ്. ഓക്കെ, ഈ ഒരു അനാലിസിന് അവൈലബിൾ ആണ്. ഒരു എക്സാമ്പിൾ ഉണ്ട്, പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ ദി ലോഞ്ചിങ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് അല്ലേ, പുതിയ പ്രൊഡക്റ്റിൻ്റെ പ്ലാന്, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ ദി ലോഞ്ചിങ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ് അല്ലെ, പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ, അതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ അല്ലേ. നമ്മൾ പുതിയ പ്രൊജക്റ്റ് ഏത് പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കണം അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാൻ ഓഫ് ആക്ഷനൊക്കെ ഈ ഒരു പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസിൻ്റെ എക്സാമ്പിളാണ്. ഇത്ര കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ് ആണ്.